ആനിവേഴ്സറി വളരെ ഭംഗിയായി നടക്കുന്നു. അതിൽ മാറ്റിൽ കൂടാൻ ഞങ്ങളുടെ ഗുരുധർമ്മ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന് 2ാമത് വർഷമാണ് എനിക്കൊരു അവസരം കിട്ടുന്നത്. കഴിഞ്ഞ വർഷം വളരെ നന്നായി ചെയ്തു എന്നുള്ളത് ഒരുപാട് പാരൻസും ടീച്ചേഴ്സും നമ്മൾ അറിയിച്ചപ്പോൾ തന്നെ എൻ്റെ ഉത്തരവാദിത്വം കൂടിയെന്ന് എനിക്ക് മനസ്സിലായി. 2025 ശ്രീകൃഷ്ണ സ്കൂളിൽ വെച്ച് ആദ്യമായി നമ്മുടെ കുട്ടികളെ മത്സരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. 18ഓളം സ്കൂൾ മത്സരങ്ങളിൽ നിന്ന് 2ാം സ്ഥാനം കരസ്ഥമാക്കി ഒരു ചെറിയ സ്കൂൾ വലിയ സ്കൂളിനെ മാറ്റിവെച്ച് തോൽപ്പിച്ച വിധം വളരെ സന്തോഷപൂർവ്വം ഈ സ്റ്റേജിൽ ഇത് അവതരിപ്പിച്ചതാണ്. എന്നിരുന്നാലും നമ്മുടെ മക്കൾ നേടുന്ന ഓരോ അവസരങ്ങളും അതാത് സമയങ്ങളിൽ രക്ഷകർത്താക്കളെ അറിയിക്കുക എന്നൊരു ഉത്തരവാദിത്തം ഒരു മാഷ് എന്ന നിലയിൽ എന്നിലും സ്കൂൾ എന്ന നിലയിൽ സ്കൂളിൽ നിർവഹിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെയാണ് ഞങ്ങളെ സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ പരിപാലിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാർഷൽ ആർട്സിനുള്ള പ്രസക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇന്ന് എല്ലാ സ്കൂളുകളിലും മാർഷൽ ആർട്സ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ഗുരുധർമ്മ 32ഓളം സ്കൂളുകളെ ഞങ്ങൾ കവർ ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ചെറിയ സ്കൂളുകൾ വലിയ സ്കൂളുകൾ എന്നുള്ള മാറ്റുരട്ടിലില്ലാതെ റിയൽ കരാട്ട പഠിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാതെ ഒരു ഡ്രാമ സ്കൂൾ കരാട്ട ഞങ്ങളുടെ രീതിയിലില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു ഡെമോ ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് ഫീൽ ചെയ്യണം, നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ പാരൻസും തയ്യാറാണ്. നിർഭാഗ്യവശാൽ ഈ വർഷം നമുക്ക് മേറ്റ് അസൗകര്യമുള്ളത് കൊണ്ട് ഡെമോയിൽ കുറച്ച് പിന്നാക്കം വയ്ക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞൊരു സ്കൂളിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുട്ടിക്ക് ചെറിയ അപകടം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അറ്റാക്ക് മെയിൻ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഇവരുടെ പ്രോഗ്രാമിന് എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന്, നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ എത്തിക്കണമെന്നും കൂടി പറയുന്നു. ഒപ്പം തന്നെ ഈ 4ാം ക്ലാസ്സിലെ കുട്ടികൾ തൊട്ടടുത്തുള്ള GHS സ്കൂൾ ഞാൻ തന്നെയാണ് കവർ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്കൂളിലെ പല കുട്ടികൾക്കും അവിടെ അഡ്മിഷൻ കിട്ടിയില്ല, കരാട്ടയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളുടെ പേരൻസ് നിർബന്ധമായും PT മാഷിനെ കണ്ടിട്ട് MTS സ്കൂളിലെ കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സീറ്റ് ഉറപ്പാണ്. കാരണം കരാട്ടയുടെ കാര്യമാണ് പറഞ്ഞാൽ 100 കുട്ടികൾക്ക് മാത്രമേ അവിടെ സീറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.